ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനങ്ങളുണ്ടായത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടപ്പിലാക്കിയ നടപടി ശ്രദ്ധിക്കണം. ആദ്യം എടുക്കുന്ന തീരുമാനം നമ്മുടെ രക്ഷാപ്രവർത്തന കേസിൽ SIT രൂപീകരിക്കുകയാണ്. അതെന്താണ്? അത് ഈ പാർട്ടി അണികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. നിങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. തല്ല് കിട്ടിയ ഇത് കഴിഞ്ഞ 10 വർഷം തെരുവിൽ തല്ലുകൊണ്ട നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം ഈ സർക്കാർ ഉണ്ട് എന്നൊരു സന്ദേശം പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തന കേസിൽ നിലപാടെടുക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ടിൽ SIT രൂപീകരിക്കുന്നു, കർശനമായ നിലപാടെടുക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു, കേസ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു പോപ്പുലിസ്റ്റ് പരിപാടി എന്നുള്ള നിലക്ക് ഈ എന്താണ് തൂഫാൻ, എന്ത് തൂഫാനാണ്? ഓപ്പറേഷൻ തൂഫാൻ, അത് മുന്നോട്ട്. ആ നിലക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മന്ത്രി, ആഭ്യന്തരമന്ത്രി ഗംഭീരമായി ഒരു വശത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക, അല്ല ആളുകളുടെ കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഇപ്പുറത്ത് VD സതീശൻ, ഇതിൻ്റെ ചാമ്പ്യനായി നിൽക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന VD സതീശൻ, അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റുകളിൽ ഈ നിലക്കുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച മാൻഡേറ്റിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ഏത് നിലക്കാണ് വ്യാഖ്യാനിക്കപ്പെടുക? എങ്ങനെയായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രൊഫൈലിനെ ബാധിക്കാൻ പോവുക എന്നതിനെക്കുറിച്ച് ആദ്യ ചിന്ത ഉണ്ടാകേണ്ടതും VD സതീശൻ തന്നെയാണ്. എങ്ങനെയാണ് കഴിഞ്ഞ കാലം കേരളീയ സമൂഹം ജാഗ്രതയോടെ ഇത്തരം സമീപനങ്ങൾ നോക്കിക്കണ്ടത്? അതിനേക്കാൾ ഒരു അധിക ജാഗ്രതയോടുകൂടി കേരള സമൂഹം ഇത്തരം നിയമനങ്ങളെയും നടപടികളെയും നോക്കിക്കാണുക തന്നെ ചെയ്യും.